ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അയോധ്യയിലെ പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് ചില പൊളിറ്റിക്കൽ നേതാക്കൾ നടത്തിയ അല്ലെങ്കിൽ ചില മാധ്യമങ്ങൾ നടത്തിയ ഒരു കമൻറ്റുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഇപ്പോൾ പേഴ്സണൽ ഇൻബോക്സ് ആയിട്ട് മറ്റൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയ ഒരു കമൻറ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു സംഖ്യയാണോ? ഒന്നാമത്തെ ചോദ്യം ഓബിയസ്ലി. രണ്ടാമത്തെ ചോദ്യം എന്ന് വെച്ചാൽ നിങ്ങളൊരു വിശ്വാസിയാണോ? ഞാൻ ആ ഇട്ട വീഡിയോയും ഞാനൊരു സംഖ്യ ആവുന്നതുമായിട്ടോ അല്ലെങ്കിൽ ഞാനൊരു വിശ്വാസിയാവുന്നതുമായിട്ടോ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ ചോദിച്ചവർക്ക് അത് തോന്നിക്കാണും. അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാനിവിടെ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ ചോദിച്ചൊരു പ്രധാനമായിട്ടുള്ളൊരു ചോദ്യം, ഞാനൊരു വിശ്വാസിയാണോ എന്നൊരു ചോദ്യം. വിശ്വാസിയാണോ എന്ന് ചോദിക്കുന്ന പലരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ അവർ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ അവർ സ്വയം പറയാൻ ഉദ്ദേശിക്കുന്നത് അവരൊരു വിശ്വാസിയല്ല അല്ലെങ്കിൽ അവരൊരു യുക്തിവാദിയാണ് എന്നതാണ്. അപ്പോൾ എന്താണ് വിശ്വാസം അല്ലെങ്കിൽ എന്താണ് യുക്തിവാദം? അപ്പോൾ ഞാൻ കുറേ ചിന്തിച്ചായിരുന്നു, ഈ വിശ്വാസം, യുക്തിവാദം അല്ലെങ്കിൽ വിശ്വാസികൾ, യുക്തിവാദികൾ ഇവർ തമ്മിലുള്ള ഒരു പോരിന് നിതാന്തമായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാകും എന്നുള്ളത്. അപ്പോൾ ഒരു ഭാഗത്ത് വിശ്വാസികൾ അവർ പറയുന്നു ദൈവം ആണ് നമ്മളെയൊക്കെ സൃഷ്ടിച്ചത്, അല്ലെങ്കിൽ ദൈവമാണ് ഭൂമി സൃഷ്ടിച്ചത്, അല്ലെങ്കിൽ ദൈവമാണ് ഈ പറയുന്ന പ്രപഞ്ചം സൃഷ്ടിച്ചത് എന്നാണ് ഒരു വിഭാഗം പറയുന്നത്. മറ്റൊരു വിഭാഗം യുക്തിവാദികൾ പറയുന്നത് ഇതെല്ലാം ഉണ്ടായത് ഒന്നുമില്ലായ്മയിൽ നിന്നാണ്, അതായത് നത്തിങ്ങിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ലോജിക്കലി എന്ത് വിശ്വസിക്കും? ഒന്നുമില്ലായ്മയിൽ നിന്നും ഇതെല്ലാം ഉണ്ടായെന്നും അല്ലെങ്കിൽ ഒരാളിത് സൃഷ്ടിച്ചതാണെന്ന് വിശ്വസിക്കൂ. ഒന്നാമത്തെ പോയിന്റ്. പിന്നെ ദൈവം എന്നത് പ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ തെളിയിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ശരിയാണ്, ദൈവം എന്നുള്ളത് സയൻറ്റിഫിക്കലി തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. നത്തിങ് എന്ന് പറയുന്ന ഒന്നുമില്ലായ്മ, സയൻസിൻ്റെ അടിസ്ഥാനമായി ഒന്നുമില്ലായ്മയിൽ നിന്നും ഭൂമിയും പ്രപഞ്ചവും ഉണ്ടായെന്ന് പറയുന്ന നത്തിങ് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? സയൻസ് ആണോ വിശ്വാസമാണോ വലുത്? ഇതാണ് അടുത്തൊരു ചോദ്യം. സയൻസിൻ്റെ അടിസ്ഥാനം എന്താണ്? വിശ്വാസം മാത്രം ഉണ്ടായിരുന്ന കാലത്ത് എല്ലാം അറിയാം എന്ന് പറയുന്ന അല്ലെങ്കിൽ നമുക്കെല്ലാം അറിയാം എന്ന് പറയുന്ന ഒരു ചിന്താഗതിയിൽ നിന്നും നമുക്ക് എന്തൊക്കെയോ അറിവില്ലായ്മ ഉണ്ട്, അല്ലെങ്കിൽ അറിവിൽ എന്തൊക്കെയോ പോരായ്മകളുണ്ട്, എന്തൊക്കെയോ ഇനിയും കണ്ടുപിടിക്കാനുണ്ട്. ആ ഒരു അറിവില്ലായ്മയെ എക്സ്പ്ലോർ ചെയ്യുന്നൊരു ഏരിയയാണ് സയൻസ്. അപ്പോൾ സയൻസിൻ്റെ ബേസ്മെൻ്റ് എന്ന് പറയുന്നത് അറിവില്ലായ്മയാണ്. എന്താണ് വിശ്വാസത്തിൻ്റെ ബേസ്മെൻറ്റ്? അതും അറിവില്ലായ്മയല്ലേ? കാരണം അറിവില്ലാത്ത എന്തിനോടൊക്കെയോ ഉള്ള ഭയം, ഇതാണ് വിശ്വാസത്തിൻ്റെയും ബേസ്. ഇനി എന്തിനാണ് ഈ വിശ്വാസം അല്ലെങ്കിൽ ദൈവവിശ്വാസമൊക്കെ എന്തിനു വേണ്ടിയാണ്? ഒരുവിധപ്പെട്ട എല്ലാ ദൈവവിശ്വാസങ്ങളും ഉടലെടുത്തിട്ടുള്ളത് അറിവില്ലായ്മ അല്ലെങ്കിൽ ഭയത്തിൽ നിന്നാണ്. അപ്പോൾ ഈ ഭയം കൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഇപ്പോൾ ഒരു കമ്പനി എടുത്തു നോക്കും, ഒരു IT കമ്പനിനെ എടുത്തു നോക്കും. ആ IT കമ്പനിക്കകത്തുള്ള എല്ലാ ആൾക്കാരും അവിടുത്തെ എംപ്ലോയീസാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ആ IT കമ്പനിക്കകത്ത് വിവിധ ഇടങ്ങളിലായിട്ട് CCTV ക്യാമറ വയ്ക്കാറുണ്ട്. എന്തിനാണ് ഈ CCTV ക്യാമറ വെക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ എന്തിനാണ് CCTV ക്യാമറ വെക്കുന്നത്? ആ CCTV ക്യാമറ വെക്കുന്നതിനുള്ള ഒരേ ഒരു ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നിരീക്ഷിക്കപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ കാണപ്പെടുന്നുണ്ട് എന്ന ചിന്ത നിങ്ങളിലെ കുറ്റവാളിയെ കുറച്ച് നേരത്തേക്കെങ്കിലും ഒന്ന് കുറ്റം ചെയ്യുന്നതിൽ നിന്നും പിന്നിലേക്ക് വലിക്കും. അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് കുറ്റം ചെയ്യാനുള്ള വാസന കുറച്ചൊന്ന് കുറയും. ഇത് തന്നെയാണ് ദൈവവിശ്വാസത്തിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള നീഡ് എന്ന് പറയുന്നത്. കാരണം ദൈവവിശ്വാസത്തിൽ ബേസിക്കലി നിങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത് നിങ്ങളെ മുകളിൽ ഒരാൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ചിന്ത ഒരു പക്ഷേ നിങ്ങളെ തെറ്റുകളിൽ നിന്നും പിന്തിരിപ്പിക്കും. അപ്പം നിങ്ങൾ പറയാം, ഈ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട്, ആചാരങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് പല കാര്യങ്ങളും തെറ്റുകളാണ്. ഇതെല്ലാം ഒരു കാലത്ത് ഒരു പക്ഷേ അന്നത്തെ ആവശ്യങ്ങളായിരുന്നു കാണും. പക്ഷേ ഇന്ന് അത് ഒരു പക്ഷേ കാലഹരണപ്പെട്ട് പോയി കാണും. അതൊക്കെ മാറ്റേണ്ട സമയമായി കാണും. അതും ഞാൻ എഗ്രി ചെയ്യുന്നു. പക്ഷേ ഒരു സമൂഹത്തിൽ നിലനിൽക്കണമെങ്കിൽ ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്നത് ഓർഡർ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ മൃഗങ്ങളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് പല കാര്യങ്ങളും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കാണും. ഒരു ചെന്നായിക്കൂട്ടം നടന്നു പോകുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അവർ വെറുതെ അങ്ങ് നടന്നു പോകല്ല, അവരിലും കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ആരാദ്യം പോകണം, ആര് മിഡിൽ പോകണം, ആര് ലാസ്റ്റ് പോകണം, ഇതെല്ലാം അവരുടെ ഒരു റൂൾസ് പടിയാണ് നടക്കുന്നത്. ഒരു ചെതൽപ്പുറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഒരു ഉറുമ്പിൻ്റെ കോളനി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ഒരുപാട് റൂൾസ് കാണും. അതൊക്കെ അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവരുണ്ടാക്കുന്നതാണ്. അതുപോലെ മനുഷ്യൻ്റെ നിലനിൽപ്പിന് വേണ്ടി അവരൊരു സിവിലൈസേഷൻ ഉണ്ടാക്കി. ആ സിവിലൈസേഷൻ്റെ ബേസ്മെൻറ്റ് അവരെന്തിലുണ്ടാക്കി? വിശ്വാസത്തിലുണ്ടാക്കി. ആ വിശ്വാസം അന്നത്തെ കാലത്ത് നിലനിന്ന് പോകാൻ, ആ ഒരു സിവിലൈസേഷൻ നിലനിൽക്കാൻ, അല്ലെങ്കിൽ ആ ഒരു മനുഷ്യകുലം നിലനിൽക്കാൻ അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവമായിരുന്നു. ഒരു പക്ഷേ ഇന്ന് ചിലപ്പോൾ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു കാണത്തില്ല, നാളെ അതൊരു പക്ഷേ മാറ്റപ്പെടേണ്ടതുമായിരിക്കാം. പക്ഷേ അങ്ങനെ മാറ്റപ്പെടുന്നതിന് മുമ്പ് നിങ്ങളുടെ കയ്യിൽ സോളിഡ് ആയിട്ടുള്ളൊരു പ്രൂഫ് വേണം. കാരണം ഇന്നത്തെ കാലത്ത് സമൂഹം നിലനിൽക്കുന്നത് സയൻസിലാണ്. അപ്പോൾ നിങ്ങൾക്കൊരു സയൻറ്റിഫിക് പ്രൂഫ് വേണം ഇതിങ്ങനെയാണ് എന്ന് തെളിയിക്കാൻ. അത് തെളിയിക്കുന്ന സമയത്ത് ഒരുപാട് പേര് അതിലേക്ക് വരും. അതുവരെയും നിങ്ങൾ പറയുന്ന യുക്തിവാദവും വിശ്വാസമാണ്. എൻ്റെ ഉള്ളിലെ ദൈവം എന്ന വിശ്വാസവും വിശ്വാസം തന്നെയാണ്. ഒരു ഏത്തിസ്റ്റായിട്ട് ജീവിക്കുക എന്നുള്ളത് മോശം കാര്യമൊന്നുമല്ല. എന്നാൽ ഒരു ഏത്തിസ്റ്റ് മനസ്സിലാക്കേണ്ടത് ഒരു വിശ്വാസിയായി ജീവിക്കുക എന്നുള്ളതും ഒരു മോശമായിട്ടുള്ള സംഭവങ്ങളൊന്നുമല്ല. നമ്മുടെ വിശ്വാസം മറ്റുള്ളവർക്ക് ഒരു ബാധ്യത ആവാതിരിക്കുന്നിടത്തോളം, നമ്മുടെ വിശ്വാസം നമുക്ക് ഒരു പീസ് ഓഫ് മൈൻഡ് തരുന്നിടത്തോളം, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം കാരണം സമൂഹത്തിൽ ഒരു ഓർഡർ നിലനിൽക്കുന്നിടത്തോളം നമ്മുടെ വിശ്വാസം നല്ലത് തന്നെയാണ്. ഞാൻ ഈ പറഞ്ഞതിൻ്റെ പേരിൽ ഇനി എന്നെ എന്തൊക്കെയായി ചാപ്പ കുത്തുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നിരുന്നാൽ ഈ കാര്യം പറയണമെന്ന് തോന്നി. ഞാൻ ഈ പറഞ്ഞത് ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടിക്കാർക്കോ എന്തെങ്കിലും
പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക മതത്തിലുള്ളവർക്ക് വേണ്ടിയല്ല. ഞാൻ ഈ പറഞ്ഞത് പാർട്ടി മതഭേദമന്യേ കുറച്ച് പേർക്കെങ്കിലും ലോജിക്കലായിട്ട് തോന്നുന്നുണ്ട് എങ്കിൽ എന്നോടൊപ്പം നിൽക്കുക. നന്ദി, നമസ്കാരം.